വിധത്തിലുള്ള മുഖത്തെ പാടുകളും കരിവാളിപ്പും അതുപോലെ തന്നെ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പും മാറ്റാനാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. ഇതെന്താണ് ഈ മുഖത്ത് വാരി തേക്കുന്നത്, തൈരാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ തൈര് മാത്രമല്ല, നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെയുണ്ട്. വളരെ എഫക്റ്റീവാണ്. 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഫേസിൽ വർക്ക് ആവുന്ന ഐറ്റംസാണ് രണ്ടും തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ യൂസ് ചെയ്താലാണ് 100% റിസൾട്ട് കിട്ടുക എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ്, ചുളിവുകൾ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്താണ് വച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്കൊന്ന് എളുപ്പത്തിൽ കണ്ടിട്ട് വന്നാലോ. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. ഒരു ക്ലീൻ ബൗളിൽ ഞാനിവിടെ ഒരു 1-1.5 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കിന്നിന് എത്രയാണ്, നമുക്കിത് മുഖത്ത് മാത്രമല്ല കേട്ടോ, കയ്യിലും കാലിലും ഒക്കെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തൈര് നിങ്ങൾ എടുക്കുക. അത് നമ്മൾ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് തേനാണ്. അപ്പോൾ തേൻ കയ്യിലില്ലാത്തവർ തക്കാളിയുടെ നീര് യൂസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തേൻ എടുക്കാം. തേനാണ് ഏറ്റവും നല്ലത്. തക്കാളിയുടെ നീരും അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടാനും ഹൈഡ്രേഷൻ കൂടുതലായിട്ട്, അതായത് നന്നായിട്ട് സൂത്തം ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള സംഭവമാണ് ഇത് രണ്ടും തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിലോട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് നിറം വയ്ക്കാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡ് ആവാനും ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സഹായിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഒരു കൺസിസ്റ്റൻസി അതിനനുസരിച്ച് തൈരിൻ്റെ കട്ടി മാനേജ് ചെയ്യുക. നല്ല കട്ട തൈര് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതല്ല ലൂസാണെങ്കിൽ പോലും കുഴപ്പമില്ല. അങ്ങനെ ഒന്ന് ഒലിച്ച് വരുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്താൽ ഒത്തിരി അങ്ങ് ഒലിച്ച് വന്ന് മെസ്സി ആവത്തില്ല. ഇനി ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണ്, നിങ്ങൾക്ക് തൈരിനോട് ഒരു അലർജിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് തൈര് ഓക്കെ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എപ്പോഴും യൂസ് ചെയ്യുമ്പം സെറ്റാവി ആയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുക, നമ്മുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നമുക്കിവിടെ തൈര് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കടലമാവോ അരിപ്പൊടിയോ ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ നമുക്ക് ഹോൾഡ് ചെയ്യും, നമ്മുടെ ഫേസിൽ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യും. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, മുടിയൊക്കെ അങ്ങനെ ബാക്കിൽ കെട്ടി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മളുടെ പാക്ക് നന്നായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് കിടന്ന് മെസ്സ് ആവണ്ട. പിന്നെ ഞാൻ പോയി ഇവിടെ മൊത്തം കഴുകി കുളിക്കേണ്ടി വരും. അതുകൊണ്ട് നന്നായിട്ട് നീറ്റായിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൺ ടാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ ഒലിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് കവിളിൻ്റെയൊക്കെ മുകൾ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഒലിച്ച് വരുന്നത് നമുക്ക് അവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഹോൾഡ് ആവും. നമുക്കിങ്ങനെ ഒരുപാട് അങ്ങനെ ഒലിച്ച് വരെയൊന്നുമില്ല. തൈരിന് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി അഥവാ ഒലിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി നമ്മുടെ കൈയും മുഖവും നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവണം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസും അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളൊക്കെ ആയിരിക്കണം. എന്നിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അതല്ല മൊത്തം പൊടിയടിച്ച് അഴുക്കൊക്കെ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും രസം ഉണ്ടാവില്ല, നല്ല റിസൾട്ട് കിട്ടത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഫേസും നെക്കും അതുപോലെ കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഇത് രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പകൽ പുറത്ത് പോകുന്ന സമയത്ത്
ഉറപ്പായിട്ട് നിങ്ങളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഈ പാക്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ മുഖത്തോട്ട് ഈ ടാനും അതുപോലെ തന്നെ കരിവാളിപ്പും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വെയിലത്ത് ഇങ്ങനെ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊട്ടും നല്ലതല്ല. അതുകൊണ്ട് തന്നെ വെയിലത്ത് എപ്പോൾ പുറത്ത് പോയാലും മുഖത്തും വെയിലത്ത് എക്സ്പോസ് ആകുന്ന എല്ലാ ഭാഗത്തും സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ കിടക്കാൻ സമയത്ത് മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ മിസ്സായി പോകുന്ന സംഭവമാണ്, എന്നാലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, എന്നും ഒരുപോലെ ഇരിക്കത്തില്ല, ഇടയ്ക്ക് നമ്മൾ മിസ്സായി പോകും, അതൊന്നും സാരമില്ല. പക്ഷെ നമ്മളെപ്പോൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ഫാക്റ്റ്. സോ നിങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാൻ കഴുത്തിലും കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് മുഴുവനായിട്ട് സ്പ്രെഡ് ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഒരു 10 മിനിറ്റ്, 7 മുതൽ 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. കൂടുതൽ സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫേസിൽ ഡ്രൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് വരെ മാക്സിമം വച്ചേക്കുക. അതിൽ കൂടുതൽ വച്ചേക്കണ്ട, വെറും 10 മിനിറ്റ് അത്രയും മതിയാവും. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ എന്തൊക്കെ സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് ഡെയിലി റെഗുലർ ലൈഫിൽ, അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്കിൻ കെയറും ചെയ്യാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്കിൻ നന്നായിട്ട് ഡാബ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അങ്ങനെ വലിച്ചിട്ട് കംപ്ലീറ്റ്ലി തുടച്ചെടുത്തിട്ട് അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു നനവ് എന്തായാലും നമ്മുടെ സ്കിന്നിലുണ്ടാവും. ആ ഒരു നനവിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ബാക്കി സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എൻ്റെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയില്ലേ? നേരത്തെ ഉണ്ടായിരുന്ന ഡൾനെസ്സും ഒരു ഇതൊക്കെ മാറിയിട്ട് നന്നായിട്ട് റെജുവിനേറ്റ് ആയില്ലേ? നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറുമ്പോൾ തന്നെ നമ്മുടെ ഒരു മൂഡൊക്കെ അങ്ങ് ലിഫ്റ്റ് ആവും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് ഇങ്ങനെ ഫേസിൽ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ റോസ് വാട്ടർ ടോണറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഏത് മോയ്സ്ചറൈസറാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിളായിട്ടുള്ളത്, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് അത് തന്നെ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്ന് ഓരോ സമയത്തും ഓരോ രീതിക്കാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ മോയ്സ്ചറൈസർ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്. കാര്യം നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ അത്രയും ഹൈഡ്രേഷൻ്റെ ആവശ്യം ഇല്ലയെന്ന് നമുക്ക് തോന്നും, ചെറിയൊരു ഹൈഡ്രേഷൻ മതി എന്നൊക്കെ തോന്നും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നിർബന്ധമുള്ള കാര്യമല്ല, പറ്റുന്നവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും തന്നെ നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നമ്മുടെ സ്കിന്നിന് ഓക്കെ അല്ലാത്ത പല പല പ്രോഡക്റ്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമ്മളിപ്പം ബ്രാൻഡോ അതല്ലെങ്കിൽ ഹൈപ്പോ നോക്കിയിട്ടല്ല, നമ്മുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആകുന്നത് അത് നോക്കിയിട്ട് മേടിച്ച് നല്ലൊരു പ്രോഡക്റ്റ് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു പ്രോഡക്റ്റ് ഇനി വേണ്ട, മാറ്റണം എന്ന് തോന്നുന്നത്, അതിനേക്കാളും ബെറ്റർ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഞാൻ ഒരു ഇൻഫർമേഷനായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേസിൽ ഫുള്ളായിട്ടും മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം വേറൊന്നുമല്ല, ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഹാപ്പിനെസ്. അതെനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറാനേ തോന്നുന്നില്ല. ചില വീഡിയോസ് എടുത്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നും പെട്ടെന്ന് അങ്ങ് നിർത്താമെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല, അടിപൊളി റിസൾട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ബൈ.